ഇനി പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് കൊല്ലപ്പെട്ടിരുന്നു, മരിച്ചിരുന്നു. ഇന്നലെയാണ് ആ സംഭവം, ദാരുണമായിട്ടുള്ള എല്ലാവരും ഞെട്ടിച്ച സംഭവം നടന്നത്. സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. 10 മണിയോടെ പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഇന്നലെ രാത്രി മൃതദേഹം വീട്ടിലെത്തിച്ചു. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നമുക്കെല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അനുമോദ വീട്ടിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എപ്പോഴാണ് സംസ്കാരമൊക്കെ എപ്പോൾ നടക്കും? എന്തോ ശോകമുഖമാണ് ഇവിടുത്തെ അന്തരീക്ഷം. എല്ലാവരും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. എല്ലാവർക്കും നല്ലത് മാത്രമാണ് മുകേഷിനെ പറ്റി ഓർക്കാനുള്ളതും പറയാനുള്ളതും ഒക്കെ. ഇവിടെ പരപ്പനങ്ങാടിയിൽ നാട്ടിലാണെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലും അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള സമയത്ത് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന ഓർമ്മയാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. വീട്ടുകാർക്കാണെങ്കിലും കുടുംബത്തിന്റെ ഏക അത്താണി. അത് നഷ്ടമായതിന്റെ ഒരു വേദനയിലാണ് കുടുംബം മുഴുവനായിട്ടും ഉള്ളത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മുകേഷിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം ഉണ്ടാവുക. 9 മണിയോടെ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് പാലക്കാട്ട് നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുകേഷിന്റെ ഭൗതിക ശരീരം പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഭാര്യ ടെസയും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. അല്പ സമയത്തിനകം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലരൊക്കെ വരാനുണ്ടെങ്കിൽ പോലും 10 മണിയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ മുകേഷിന്റെ വിയോഗം പറഞ്ഞ് പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാനായിരുന്ന മുകേഷിന്റെ സംസ്കാരം അത് ഇന്ന് നടക്കും. ഈ മുകേഷിന്റെ സുഹൃത്തുക്കളുടെ ഒരു വലിയ വലയമുണ്ട്. പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരുപാട് മാധ്യമ പ്രവർത്തകർ, അവർക്കൊക്കെ എപ്പോഴും മുകേഷിന്റെ നല്ല കാര്യങ്ങൾ, മുകേഷിന്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നലെ ആ ഞെട്ടിക്കുന്ന വാർത്ത വന്ന ശേഷം വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ മാധ്യമ ലോകത്ത് തന്നെ മനോഹരമായി, അത് ഒരു ക്യാമറാമാൻ എന്നതിനുമപ്പുറം ഒരു മീഡിയ പേഴ്സണായി നിലനിൽക്കായിരുന്നു. നന്നായി അതിജീവനം എന്ന ഒരു പങ്ക്തി തന്നെ മാതൃഭൂമി വെബ്സൈറ്റിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് 100 ലേഖനങ്ങൾ പിന്നിട്ടിരുന്നു. അങ്ങനെ ഒരു ക്യാമറയ്ക്ക് പിന്നിലും യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യം നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു മുകേഷിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഒരു മാധ്യമ ലോകത്തെ ആ ദൗത്യത്തിനിടയിൽ ശരിക്കും ഒരു വീരമൃത്യു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം എന്നാലും അങ്ങേയറ്റം ദുഃഖം, ശോകമുഖമാണ്. മാധ്യമ ലോകത്തിൻ്റെ മുഴുവൻ അനുശോചനവും ആ കുടുംബത്തിന് രേഖപ്പെടുത്തുകയാണ്.